ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു 7 സന്ദർഭങ്ങളും അതുമായി ബന്ധപ്പെട്ട് നമുക്കതിൽ നിന്ന് സ്വീകരിക്കാൻ കഴിയുന്ന 7 ഗുണപാഠങ്ങളുമാണ് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ബദർ നമ്മൾ ഒരു 60 വയസ്സുള്ള ഒരാൾ 50 വട്ടം കേട്ടിട്ടുണ്ടാവും ബദറിൻ്റെ ചരിത്രം. കാരണം എല്ലാ റമദാൻ 17 മുന്നേ നമ്മളിങ്ങനെ ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന ചരിത്രമാണ് ബദറിൻ്റെ ചരിത്രം. അപ്പോൾ നമുക്ക് ബദറിൻ്റെ ചരിത്രം അന്യമല്ല. അതിൻ്റെ ഓരോ മുക്കും മൂലയും അതിൻ്റെ ഓരോ വിശദാംശങ്ങളും വളരെ കൃത്യമായി അറിയുന്ന ആളുകളാണ് നമ്മൾ. പക്ഷേ ബദർ ഒരു ചരിത്രമായി പറയുന്നതിൻ്റെ അപ്പുറത്ത് ആ ബദറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് ചരിത്രം നമ്മൾ പഠിക്കേണ്ടത് അതിനു വേണ്ടിയിട്ടാണ്. ചരിത്രം ഇങ്ങനെ കഥ കേട്ട് ഹരം കൊള്ളാൻ വേണ്ടിയിട്ടല്ല ചരിത്രം പഠിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ചരിത്രം വിശദീകരിച്ചത് അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് അതിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ബദറിൽ നിന്ന് 7 സന്ദർഭങ്ങൾ 7 വിഷയങ്ങൾ തിരഞ്ഞെടുക്കുകയും അത് നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 7 കാര്യങ്ങളിലുള്ള 7 രംഗങ്ങളിലുള്ള കൃത്യമായ ഗുണപാഠങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഒന്നാമത്തത് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അംഫാലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നല്ലദീന കഫറു യുൻഫിഖൂന അംവാലഹും ലിയസുദ്ദു അൻ സബീലില്ലാഹ് ഫസയുൻഫിഖൂനഹാ സുമ്മ തകൂനു അലൈഹിം ഹസ്റതൻ സുമ്മ യുഗ്ലബൂൻ വല്ലദീന കഫറു ഇലാ ജഹന്നമ യുഹ്ശറൂൻ. നിശ്ചയം അവിശ്വാസികളായ ആളുകൾ അവരവരുടെ ധനം ചെലവഴിച്ചിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കുന്നതിന് വേണ്ടി അവരവരുടെ സമ്പത്ത് ചിലവഴിച്ചിരിക്കുകയാണ്. അവരത് ചെലവഴിക്കും, എന്നിട്ട് അവർക്കത് നഷ്ടമാകുകയും ചെയ്യും, അവർ പരാജയപ്പെടുകയും ചെയ്യും, അവർ നരകത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യും. ഇത് ബദർ യുദ്ധത്തിന് ഒരുപാട് മുന്നേ അവതരിച്ച ഒരു ആയത്താണ്. ബദറിൽ മുസ്ലിങ്ങൾ നേടിയെടുക്കാൻ പോകുന്ന വലിയ വിജയത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവചിച്ച ആയത്താണ്. ഈ ആയത്തിന്റെ സന്ദർഭം എന്താണ് നോക്ക് നിങ്ങൾ. മക്കയിൽ നിന്ന് എണ്ണമറ്റ പീഡനങ്ങളും പ്രയാസങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും സഹാബത്തും മദീനയിലേക്ക് പലായനം ചെയ്തു. എന്നാൽ ഈ മക്കയിലുള്ള ഖുറൈശികൾ എന്ത് വിചാരിക്കുക, അവർ പോയല്ലോ, ഇവിടുന്ന് പോയല്ലോ, ഈ നാട്ടിൽ നിന്ന് പോയല്ലോ, അവരവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ എന്ന് വിചാരിക്കുക. അതിനവർ നിന്നില്ല. അവർ ആ മദീനയിലേക്ക് പോയിട്ട് അവരെ ആക്രമിച്ച് അവരെ നശിപ്പിച്ച് അവർക്ക് സംരക്ഷണം നൽകി ആ നാടിനെ കൂടി കുട്ടിച്ചോറാക്കാനുള്ള പണിയാണ് പിന്നീട് എന്ത് ചെയ്തത് അവരെടുത്തത്. അവരെല്ലാവരും കൂടി വട്ടത്തിൽ കൂടിയിരുന്നൊരു തീരുമാനം എടുത്തു, നമുക്കൊരു കച്ചവടം നടത്താം. ആ കച്ചവടത്തിന് വേണ്ടിയുള്ള ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പണം നമുക്ക് എല്ലാവർക്കും കൂടി ശേഖരിക്കാം. അങ്ങനെ ഈ കച്ചവട സംഘം ഷാമിലേക്ക് പുറപ്പെടുന്നു. ഷാമിൽ നിന്ന് നല്ല സുന്ദരമായി ഏറ്റവും നന്നായി കച്ചവടം ചെയ്യാൻ അറിയുന്ന ഒരാളെ നമ്മൾ ആ കച്ചവടത്തെ ഏൽപ്പിക്കുന്നു. ആ കച്ചവടം കൊണ്ട് കിട്ടുന്ന എല്ലാ ലാഭവും, ഏത് ലാഭമാകട്ടെ, ആ ലാഭം മുഴുവൻ എന്തിനു വേണ്ടി ഉപയോഗിക്കാം? മുസ്ലിങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്ക്. മനുഷ്യന്മാരുടെ മനസ്സിൽ വെറുപ്പ് കയറി കഴിഞ്ഞാൽ എത്രത്തോളം അതിര് കടന്നു പോകും. ആ സമ്പത്ത് മുഴുവൻ, ആ ലാഭം മുഴുവൻ മുസ്ലിങ്ങളെ മുച്ചൂടും നശിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം, മദീനയെ നശിപ്പിച്ചില്ലാതാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാമെന്ന് അവർ തീരുമാനിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും കുശാഗ്ര ബുദ്ധിക്കാരനായ ഏറ്റവും സൂത്രശാലിയായ അബൂ സുഫിയാൻ, അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ ഈ കച്ചവടത്തിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയും ചെയ്തു. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഈ വിവരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. അങ്ങനെയാണ് ആ 40 ആൾ വരുന്ന കച്ചവട സംഘത്തെ തടയാൻ വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിന്ന് പുറപ്പെടുന്നത്. ഈ ഒന്നാമത്തെ വിഷയത്തിൽ ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്തിയാലും, എന്തൊക്കെ പണം, എത്രയൊക്കെ പണം ചെലവഴിച്ചാലും, എന്തൊക്കെ കാട്ടിക്കൂട്ടലുകൾ കാട്ടിക്കൂട്ടിയാലും അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ഉണ്ടാകുന്ന ശ്രമങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ പ്രകാശത്തെ വായ കൊണ്ട് ഊതിക്കെടുത്താൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവനവന്റെ പ്രകാശം, അള്ളാഹു അവന്റെ പ്രകാശം പൂർത്തിയാക്കുക തന്നെ ചെയ്യും. നിഷേധികളായ ആളുകൾക്ക് അത് എത്രത്തോളം അസഹനീയമായാലും ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രകാശം പൂർത്തിയാക്കും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ചുറ്റുപാടും നടക്കുന്ന കൊണ്ടുപിടിച്ച പ്രചരണങ്ങൾ കണ്ടിട്ട് നമ്മൾ വിചാരിക്കേണ്ട ഇസ്ലാം ഇപ്പൊ തീർന്നു പോകും, മുസ്ലിങ്ങൾ ഇപ്പൊ തീർന്നു പോകും, എക്സ് മുസ്ലിംസ് ഒരു ഭാഗത്തുനിന്ന്, യുക്തിവാദികൾ ഒരു ഭാഗത്തുനിന്ന്, മിഷണറിമാർ ഒരു ഭാഗത്തുനിന്ന്, എല്ലാവരും കൂടിയിട്ട് ഇസ്ലാമിനെ ഇങ്ങനെ കാർന്നു തന്നാലും കൊത്തിവലിക്കാനും തയ്യാറാവുമ്പോൾ നമ്മൾ വിചാരിക്കും മുസ്ലിങ്ങളൊന്നും ഉണ്ടാവില്ല, അടുത്ത
തലമുറയിലെ യുവാക്കളൊക്കെ ഇനിയിപ്പോൾ ഇസ്ലാം എന്നൊക്കെ വിട്ടുപോകണില്ല, ഒന്നും സംഭവിക്കൂല. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ചുക്കൂടെ സംഭവിക്കാനില്ല. അല്ലാഹു മുത്തിമ്മു നൂരി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രകാശത്തെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. അതാണ് ബദറിന്റെ ഒന്നാമത്തെ പാഠം, ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതിന്റെ ഒന്നാമത്തെ പാഠം. രണ്ടാമത്തത് പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 300 ചില്ലാനം സഹാബികളെയും കൊണ്ട് പുറപ്പെട്ടത് ആയിരക്കണക്കിന് വരുന്ന പടയാളികളെ നേരിടാനല്ല. ശരിക്കും മനസ്സിലായിക്കോ, നമ്മുടെ നാട്ടിലുള്ള ചില ആവേശ ഗ്രൂപ്പുകൾ എപ്പോഴും എടുത്താവർത്തിച്ച് പറയുന്ന ഒരു സംഗതിയാണ് ബദർ കണ്ടിട്ടില്ലേ. ബദർ കണ്ടിട്ടുണ്ട്. ബദറിൽ എന്താ സംഭവിച്ചത്? അള്ളാന്റെ റസൂല് 1000-ലധികം വരുന്ന പടയാളികളെ നേരിടാനാണോ 300 ചില്ലാനം ആളുകളായിട്ട് പുറപ്പെട്ടത്? അല്ല. 40 വരുന്ന അബൂ സുഫിയാന്റെ കീഴിലുള്ള കച്ചവട സംഘത്തെ തടയാൻ വേണ്ടിയിട്ടാണ്. അവര് ഷാമിലേക്ക് എത്തി കച്ചവടം ചെയ്ത് ആ സമ്പത്ത് ഇസ്ലാമിനെതിരെ ഉപയോഗിക്കരുത് എന്ന ലക്ഷ്യത്തോടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെട്ടത്. അപ്പം 40-ഉം 300-ഉം എത്ര ഇരട്ടിയുണ്ട്? ആത്മഹത്യക്കുള്ള എടുത്തുചാട്ടം ഇസ്ലാം എവിടെയും പഠിപ്പിക്കുന്നില്ല. അങ്ങനെ ഒരു ആവേശം ഇസ്ലാം എവിടെയും പഠിപ്പിക്കുന്നില്ല. പിന്നീട് സാന്ദർഭികമായി അത് ഇങ്ങനെ ആ ഒരു രംഗം ഉണ്ടായി വരികയാണ്. ആ സമയത്ത് സംഗതി വേറെ. ഒരു ശത്രുവിന്റെ വിഷയത്തിൽ പോലും ഇസ്ലാം പറയുന്നത് എന്താ? നിന്റെ ശത്രുവിനെ കാണാൻ സാധ്യതയുള്ള വഴിയിലൂടെ പോകരുത്. ഇനി അങ്ങനെ ഒരു വഴിയിലൂടെ പോവേണ്ടി വന്നാൽ കണ്ടു കഴിഞ്ഞാൽ പിന്മാറുകയും ചെയ്ത്. ഇതൊരു അടിസ്ഥാന തത്വമാണ്. ഇതന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 40 വരുന്ന കച്ചവട സംഘത്തെ തടയാൻ 300-ലധികം വരുന്ന സഹാബികളെയുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെട്ടു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുങ്ങുക എന്നത്, സബബുകളെ ഡിപ്പെൻഡ് ചെയ്യുക എന്നത്, സബബുകളെ ആശ്രയിക്കുക എന്നത് മുസ്ലിം ഉമ്മത്തിന്റെ ബാധ്യതയാണ്, മുസ്ലിങ്ങളുടെ ബാധ്യതയാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ ബദർ പാഠം. ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളിലെ ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇതാണ്, സബബുകളെ ആശ്രയിക്കുക എന്നത്. ഞാൻ പടച്ചോനിൽ അങ്ങോട്ട് തവക്കുലാക്കി ഞാൻ ഇനി എന്തും ചെയ്യും, അങ്ങനല്ല. കാരണങ്ങളെ കൃത്യമായി അറിയുക, നമ്മളെ അള്ളാഹു ഏൽപ്പിച്ച പാർട്ട് കൃത്യമായി ചെയ്തു തീർക്കുക, അതിനുശേഷം അള്ളാഹുവിൽ തവക്കുലാക്കുക. ആ തവക്കുലാണ് അള്ളാഹ്ക്ക് ഇഷ്ടം, ആ തവക്കുലാണ് പടച്ചോന് വേണ്ടത്. അല്ലാണ്ട് നമ്മളൊന്നും ചെയ്യൂല, നമ്മളിങ്ങനെ മടിയന്മാരായിട്ടിരിക്കുക, എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോയി കളയും, എന്തങ്ങോട്ട് ചെയ്തു കളയും, എവിടെ അങ്ങോട്ട് എടുത്ത് ചാടിക്കളയും, പടച്ചോൻ എന്നെ സംരക്ഷിച്ചോളണം. അള്ളാഹു ആ തവക്കുൽ പഠിപ്പിച്ചിട്ടില്ല. ബദറിന്റെ ഏറ്റവും ആദ്യത്തെ പാഠം അതാണ്. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായി ഈ സംഗതിയൊക്കെ ഒത്തുവന്നപ്പോ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത സന്ദേശം വരികയാണ്. ആ സന്ദേശത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കാണ്, ഇവിടുന്ന് അബൂജഹലിന്റെ കീഴിൽ 1000-ലധികം പടയാളികൾ പുറപ്പെട്ടിട്ടുണ്ട്. അവരുടെ ലക്ഷ്യം മദീനയെ മുച്ചൂട് നശിപ്പിക്കലാണ്, വേണ്ടത് ചെയ്യുക എന്നതെത്തിയപ്പോൾ റസൂലുള്ളാഹിക്ക് മദീനയിലേക്ക് തിരിച്ചു വന്ന് ഒരു സൈന്യ സന്നാഹം നടത്താനോ അല്ലെങ്കിൽ ഒരുക്കം നടത്താനോ ഉള്ള സമയമില്ല. അവിടെ പ്രവാചകൻ നിർബന്ധിക്കപ്പെടാൻ, അവിടെ പ്രവാചകൻ ഒരു യുദ്ധത്തിന് വേണ്ടി നിർബന്ധിക്കപ്പെടാൻ. പ്രിയപ്പെട്ടവരെ, എവിടെയാണ് വൈകാരികമായ രംഗങ്ങൾ ഉണ്ടാവുന്നത്? ഇവിടെയാണ് മുസ്ലിം ഉമ്മത്തിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത രംഗങ്ങൾ ഇവിടെയാണ് ഉണ്ടാവുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും ഒറ്റയാൾ തീരുമാനം എടുത്തിട്ടില്ല. ഫബിമ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബ് ലം ഫദ്ദു മിൻ ഹൗലിക ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിറുഹും ഫിൽ അംർ ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്. അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് അങ്ങയുടെ ഹൃദയം നബിയെ എത്രയോ വിശാലമാണ്. അന്നൊരു കുടുസ് മനസ്സുകാരനായിരുന്നെങ്കിൽ അങ്ങയുടെ ചുറ്റിലും സ്നേഹത്തോടെ കൂടിയിരിക്കുന്ന ഈ സഹാബികൾ എന്നേ പിരിഞ്ഞു പോയനെ. അതുകൊണ്ട് ഫഅഫു അൻഹും, അവർക്ക് വിട്ടുവീഴ്ച നൽകുക, വസ്തഗ്ഫിർ ലഹും, അവർക്ക് വേണ്ടി പാപമോചനത്തിന് തേടുക, വശാവിറുഹും ഫിൽ അംർ, അവരുമായി ഷൂറ ചെയ്യുക, അവരുമായി കാര്യങ്ങൾ കൂടിയാലോചിക്കുക. അള്ളാഹുവിന്റെ കൽപ്പനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം നിലയ്ക്ക് എവിടെയും തീരുമാനമെടുത്തിട്ടില്ല. സ്വഹാബികളോട് ചർച്ച ചെയ്യേണ്ട കാര്യം കൃത്യമായി ചർച്ച ചെയ്ത് പല സന്ദർഭങ്ങളിലും പ്രവാചകൻ സ്വന്തം തീരുമാനം മാറ്റി സ്വഹാബികളുടെ തീരുമാനം സ്വീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഞാനൊരു പ്രവാചകനല്ലേ, ഞാനൊരു നേതാവല്ലേ, ഞാൻ പറഞ്ഞെന്തോ എനിക്ക് അംഗീകരിക്കാൻ പറ്റൂലേ എന്നൊരു ചിന്ത അള്ളാന്റെ റസൂലിന്റെ വ്യക്തിത്വത്തിന്റെ അടുത്തുകൂടെ പോയിട്ടില്ല.
അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിന്റെ പല അഭിപ്രായങ്ങൾ മാറ്റി വെച്ചിട്ട് സഹാബത്തിന്റെ അഭിപ്രായം എടുത്തിട്ടുണ്ട്. ബദറിന്റെ ഭൂമിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഒരു മുഷാവറ പ്രിയപ്പെട്ടവരെ ചരിത്ര പ്രസിദ്ധമാണ്. നമ്മുടെ ഹൃദയത്തെ പിടിച്ചു കുലുക്കിക്കളയുന്നതാണ്, നമ്മുടെ ഈമാനിനെ ഉയർത്തുന്നതാണ്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകൾ ഒരു ഭാഗത്തുണ്ട്, മുഹാജിറുകൾ ഒരു ഭാഗത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കാര്യം പറയാണ്. മക്കയിൽ നിന്നുള്ള സന്ദേശം വന്നിട്ടുണ്ട്. 1000-ലധികം വരുന്ന പടയാളികൾ, ആ പടയാളികൾ നമ്മുടെ മദീനയെ മുഴുവനും നശിപ്പിക്കാൻ വേണ്ടി വരികയാണ്. നമ്മൾ എന്ത് ചെയ്യും? നമുക്കവരെ നേരിടേണ്ടതുണ്ട്. നിങ്ങളുടെ അഭിപ്രായം അറിയണം. പ്രിയപ്പെട്ടവരെ, ആദ്യം പ്രതികരിച്ചത് ആരായിരിക്കും? മുഹാജിറുകളിൽ നിന്ന് ഓരോ സഹാബികൾ എഴുന്നേറ്റിട്ട് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നിങ്ങളെല്ലാം ഇട്ടറിഞ്ഞ് അങ്ങയുടെ കൂടെ പോകുന്നവരാണ്. ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല, ഞങ്ങൾക്കൊന്നും ചിന്തിക്കാനുമില്ല. ഞങ്ങൾ അങ്ങയുടെ കൂടെ എല്ലാം നൽകിയുണ്ടാകുമെന്ന് ആ മുഹാജിറുകൾ ഒരു സംശയമില്ലാതെ പറഞ്ഞു. അൻസാറുകളുടെ ഭാഗത്തു നിന്ന് പ്രതികരണമൊന്നും വരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻസാറുകളുടെ നേരെ തിരിഞ്ഞ് ചോദിച്ചു, ജനങ്ങളെ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് എല്ലായിടത്തും ഒരു ഖൈറിന്റെ താക്കോലും ഒരു ഷർറിന്റെ താക്കോലും ഉണ്ടാവുമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി സഫാ കുന്നിൽ കയറി പ്രബോധനം നടത്തിയപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സത്യസന്ധതയ്ക്ക് മുന്നിൽ അവിടെയുള്ള ആളുകൾ മുഴുവൻ നിശബ്ദരായിപ്പോയി. അവിടെയുള്ള ആളുകൾ മുഴുവൻ നിസ്സഹായരായിപ്പോയി. ആ നിശബ്ദതയും നിസ്സഹായതയും കീറി മുറിച്ചിട്ട് ഒരു തിന്മയുടെ, ഒരു ഹബീസിന്റെ, ഒരു വൃത്തികേടിന്റെ താക്കോല് തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദാ ജമഅതനാ എന്ന് പറഞ്ഞു. അവനാണ് ഖിയാമത്ത് നാൾ വരെ ശപിക്കപ്പെടുന്ന അബൂ ലഹബ്. നേരെ മറിച്ച് ബദർ യുദ്ധത്തിന്റെ രണഭൂമിയിൽ അൻസാറുകളെ ആ ഒരു നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ ഉയർന്നു. യാ റസൂലല്ലാഹ്, അങ്ങയോട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മത്ത് അദ്ദേഹത്തോട് പറഞ്ഞതുപോലെ അങ്ങയോട് ഞങ്ങൾ ഒരിക്കലും പറയാൻ പോകുന്നില്ല. എവിടേക്കാണെങ്കിലും ആർത്തലക്കുന്ന കടലിന്റെ തിരമാലയെ ഭേദിച്ചങ്ങ് നടന്നാൽ അങ്ങയുടെ പിന്നാലെ ഞങ്ങളുണ്ടാകും. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ, ബർഖുൽ ഗിമാദിലൂടെ അങ്ങ് നഗ്നപാതനായി നടക്കുകയാണെങ്കിൽ അങ്ങയുടെ പിന്നാലെ ഞങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെയാണ് മുസ്ലിം ഉമ്മത്തിന്റെ പൂർവികന്മാരും ഇന്ന് ലോകം മുഴുവൻ അക്രമവും നരനായാട്ടും നടത്തിക്കൊണ്ടിരിക്കുന്ന ജൂതന്മാരുടെ പൂർവികന്മാരും തമ്മിലുള്ള അന്തരം കിടക്കുന്നത്. ജൂതന്മാർ ഇസ്രായേലിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ഒട്ടനവധി അത്ഭുതങ്ങൾ കണ്ടിട്ടാണ് അവരെവിടെത്തുന്നത്, വാഗ്ദത്ത ഭൂമിക്ക് പുറത്തെത്തുന്നത്. കടൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പിളർത്തി കാണിച്ചു കൊടുത്തു. അതുപോലെ തന്നെ പല അത്ഭുതങ്ങളും അല്ലാഹു കാണിച്ചു കൊടുത്തു. എന്നിട്ടും ആ വാഗ്ദത്ത ഭൂമിയുടെ മുന്നിലെത്തിയപ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമുദായം പറഞ്ഞെന്താ? ഇന്നാ ലൻ നദ്ഖുലഹാ അബദൻ മാ ദാമു ഫീഹാ ഫദ്ഹബ അൻത വറബ്ബുക ഫഖാതില ഇന്നഹാ ഹുനാ ഖാഇദുൻ. ഞങ്ങളൊന്നും വരൂല യുദ്ധം ചെയ്യാൻ, നീയും നിന്റെ പടച്ചവനും പോയി യുദ്ധം ചെയ്തോ. അവിടെയുള്ള ആളുകൾ മല്ലന്മാരാണ്, അവരോടൊന്നും പോയി തല്ലുകൂടാൻ പറ്റൂല. ഞങ്ങൾ ഇവിടെ ഇരിക്കാം, നീ പോയി യുദ്ധം ചെയ്, ഞങ്ങൾ ഇവിടെ ഇരുന്ന് യുദ്ധമൊക്കെ കഴിഞ്ഞ് ജയിച്ചു വരുമ്പോൾ ഞങ്ങൾ കൂടെ വരാം എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് പ്രിയപ്പെട്ടവരെ, അതിന് മാത്രം ദൃഷ്ടാന്തമൊന്നും പടച്ചോൻ കാണിച്ചു കൊടുത്തിട്ടില്ല. മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള വഴികൾ അങ്ങേയറ്റം ദുർഘടമായിരുന്നു, പരീക്ഷണങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. അലി റളിയല്ലാഹു അൻഹു ഒക്കെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിയപ്പോൾ കാല് മുഴുവൻ പൊട്ടി വ്രണം വന്ന രീതിയിലായിരുന്നു മദീനയിലേക്ക് എത്തിയിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പട്ടിണിയും പരിവട്ടവും അനുഭവിച്ചിട്ടാണ് മദീനയിലേക്ക് എത്തിയത്. അള്ളാഹുവിന്റെ റസൂലിന്റെ പിന്നിൽ നിൽക്കുന്ന സ്വഹാബികൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളൊന്നും അള്ളാഹു കാണിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ പൂർവികന്മാർ അള്ളാഹുവിന്റെ റസൂലിന്റെ പിന്നിലുണ്ടായിരുന്ന 1-ാം നൂറ്റാണ്ടുകാർ, അവര് കാണിച്ച ഒരു ഡെഡിക്കേഷൻ ഉണ്ടല്ലോ, അവര് കാണിച്ച സമർപ്പണ ബോധമുണ്ടല്ലോ, അത് തുല്യതയില്ലാത്തതാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകം മുഴുവൻ, അന്ന് പ്രവാചകൻ ഹജ്ജത്തുൽ വദാഇൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ 1 ലക്ഷത്തിൽ ചില്ലാനം ഉണ്ടായിരുന്ന സ്വഹാബികൾ, ആ സ്വഹാബികളിൽ നിന്ന് പടർന്ന് പന്തലിച്ച് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ലോക ജനസംഖ്യയുടെ 4-1 മുസ്ലിം ഉമ്മത്ത് വളരാൻ കാരണം എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് സ്വഹാബത്തിന്റെ ആ സമർപ്പണ ബോധം തന്നെയാണ്. പ്രിയപ്പെട്ടവർ, എവിടെയൊക്കെ എത്തി ഇസ്ലാം, എവിടെയൊക്കെ എത്തി. ആലോചിച്ച് നോക്ക്. ലക്ഷദ്വീപിൽ പോയ ആളുകൾ ഉണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ലക്ഷദ്വീപിലേക്ക് ഫ്ലൈറ്റ് ഇങ്ങനെ ഇറങ്ങുമ്പോൾ നടുക്കടലാണ്, ചുറ്റും വല്ലാത്ത ഭീകരതയാണ്. വേറൊന്നും, കടല് മാത്രം, അനന്തമായി പരന്നു കിടക്കുന്ന കടല് മാത്രം. ആ ലക്ഷദ്വീപിലെ കവരത്ത് ദ്വീപിൽ പോലും പ്രിയപ്പെട്ടവരെ, ഒരു പള്ളി, 1000കണക്കിന് കൊല്ലം പഴക്കമുള്ള ഒരു പള്ളിയാണ് കാണാൻ കഴിയും. യന്ത്രക്കപ്പലുകളും അതുപോലെ വിമാനങ്ങളും ഒന്നുമില്ലാതിരുന്ന പായക്കപ്പലുകളിൽ കാറ്റിന്റെ ഗതി അനുസരിച്ച് യാത്ര ചെയ്തിരുന്ന ആ കാലഘട്ടത്തിൽ അള്ളാഹിന്റെ റസൂലിന്റെ സഹാബത്ത് അനുയായികൾ ഈ കടലിന്റെ നടുവിലുള്ള തുരുത്തിലേക്ക് പോലും എത്തി. അള്ളാഹുവിന്റെ റസൂലിന്റെ ആ ഒരു സന്ദേശവുമായി, എന്നിൽ നിന്ന് ഒരായത്തെങ്കിലും നിങ്ങൾ എത്തിച്ചു കൊടുക്കണം, ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ
അതൊരാവേശമായി, അതൊരു വികാരമായി ഏറ്റെടുത്ത് ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്കും യാത്ര ചെയ്ത ആ സ്വഹാബത്തുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ആ സ്വഹാബത്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രചോദനം എന്ന് പറയുന്നത്, നമ്മുടെ വികാരം എന്ന് പറയുന്നത്. ആ സ്വഹാബത്തിനെ തെറി പറയുന്നവർ പ്രിയപ്പെട്ടവരെ അവരൊരിക്കലും സ്നേഹിക്കാൻ നമുക്ക് കഴിയില്ല. ആ സ്വഹാബത്തിനെ തള്ളി പറയുന്നവരെ ഒരിക്കലും നമുക്ക് സ്നേഹിക്കാനോ സ്വീകരിക്കാനോ കഴിയുകയില്ല. ആ സ്വഹാബത്തുമായുള്ള ചർച്ചയാണ്, അവരതിന് നൽകിയ മറുപടിയാണ്, അവർ കാണിച്ച സന്നദ്ധതയാണ് ബദറിന്റെ രണഭൂമിയിലെ മൂന്നാമത്തെ പ്രിയപ്പെട്ടവരെ നമുക്ക് അറിയാനും മനസ്സിലാക്കുവാനുള്ള പാഠം. നാലാമത്തത് ബദറിന്റെ തലേന്നുള്ള രാത്രിയാണ്. ആ തലേന്നുള്ള രാത്രിയിൽ നമുക്ക് ഒരുപാട് ചിന്തിക്കാനുണ്ട്. അന്ന് നടന്ന സംഭവം എന്താ അറിയോ? അന്ന് സ്വഹാബത്തൊക്കെ കിടന്നുറങ്ങാൻ വിശന്നിട്ടാണ് കിടന്നുറങ്ങുന്നത്. എത്രയോ ദിവസമായിട്ട് ഈത്തപ്പഴം മാത്രമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈത്തപ്പഴം മാത്രമാണ് നോമ്പ് തുറക്കാനുള്ളത്. വിശന്ന് വലഞ്ഞ് പ്രയാസപ്പെട്ടിട്ടാണ് അവർ കിടന്നുറങ്ങുന്നത്. ആ സ്വഹാബത്തിന്റെ ഉറക്കം കണ്ടിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ വേദനിച്ചു. ആ ഉറക്കത്തെക്കുറിച്ചും അവരുടെ മേലെ പെയ്ത മഴയെക്കുറിച്ചുമെല്ലാം സൂറത്തു അംഫാലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 11-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. അല്ലാഹു പറയാൻ, ഇദ് യുഗശീകുമുൻ നുഅസ അമനതൻ മിൻഹു വയുനസ്സില അലൈക്കും മിനസ് സമാഇ മാഅൻ ലിയുطഹിറകും ബിഹി ويذهب عنكم رجز الشيطان وليربط على قلوبكم ويثبت به الأقدام. നിങ്ങൾക്ക് അല്ലാഹു ഒരു തരം മൂടി ഉണ്ടാക്കി തന്നപ്പോ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പിശാചിന്റെ ദുർബോധനത്തെ ഇല്ലാതെയാക്കി കളയുന്നതിന് വേണ്ടി, നിങ്ങളുടെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി അള്ളാഹു നിങ്ങൾക്കൊരു ചാറ്റൽ മഴയെയും തന്നപ്പോ, അള്ളാഹു ആ സംഭവം പരിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട്. രണ്ട് പട്ടാള ക്യാമ്പുകളും വ്യത്യസ്തമാണ്. അള്ളാഹിന്റെ റസൂലിന്റെ ചുറ്റിലും തളർന്ന് അള്ളാഹു കൊടുത്ത ആ മയക്കത്തിന്റെ ഔദാര്യത്തിൽ കിടന്നുറങ്ങുകയായിരുന്ന സഹാബത്ത്. പക്ഷേ അള്ളാഹിന്റെ റസൂലിനെ അള്ളാഹ് ഉറക്കിയില്ല, പ്രവാചകനെ ഉറക്കിയില്ല. അള്ളാഹു റസൂലിനെ ഉറക്ക് അള്ളാഹ് കൊടുത്തുമില്ല. റസൂൽ എഴുന്നേറ്റുന്നു. ഇന്നും ബദർ നടന്ന ഭൂമിയിൽ പോയാൽ നമുക്കവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് പ്രാർത്ഥിച്ച ആ ഒരു പ്രദേശവും ആ പള്ളിയും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അവിടെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് പറഞ്ഞു, യാ അല്ലാഹ്, ഈ ചെറു സംഘം, ഇവരെക്കാൾ ശക്തരായ, ഇവരെക്കാൾ ഭക്ഷണവും ഇവരെക്കാൾ ശക്തിയും എല്ലാമുള്ള ഒരു വിഭാഗത്തെ നാളെ നേരിടാൻ പോവുകയാണ്. ഈ വിഭാഗം എങ്ങാനും നശിക്കുകയാണെങ്കിൽ യാ റബ്ബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഒരു വിഭാഗം ഇനി ബാക്കിയുണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്ക് നിങ്ങൾ, ആ രണ്ട് ടെന്റുകളിൽ ഇപ്പുറത്താണെങ്കിൽ കള്ളു കുടിച്ചും അതുപോലെ നൃത്തം ചെയ്തും ആർമാദിച്ചും നാളെ കിട്ടാനിരിക്കുന്ന വിജയത്തിന്റെ വിജയപേരി മുഴക്കിക്കൊണ്ടിരിക്കാൻ, നേരെ ഇപ്പുറത്താണെങ്കിൽ തളർന്നുറങ്ങിക്കൊണ്ടിരിക്കാൻ. പക്ഷേ പിറ്റേന്ന് വിജയം കാത്തിരിക്കുന്നത് ഈ തളർന്നുറങ്ങുന്ന മനുഷ്യന്മാരെയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു വിഭാഗം ആളുകൾ അവരശക്തരായും അവര് എന്താ പറയുക ഗതിയില്ലാത്തവരുമായി നമ്മൾ അവരെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ പരാജയപ്പെട്ടവരാണ്. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം കൊടുക്കുക ആ വിഭാഗം ആളുകൾക്കായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നാലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഗുണപാഠം അതാണ്. അഞ്ചാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയാണ്, പ്രവാചകന്റെ ദുആയാണ്. അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഇറങ്ങുന്നത്. പടച്ച റബ്ബിന്റെ സഹായം സുനിശ്ചിതമാണ്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ഇറങ്ങുന്നത്. പക്ഷേ അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ കൈവിട്ടില്ല. അവിടെ വെച്ചാണ് പ്രവാചകൻ ദുആ ചെയ്തത്, യാ അല്ലാഹ്, നാളെ നടക്കാൻ പോകുന്ന യുദ്ധത്തിൽ ഈ വിഭാഗം ആളുകൾ നശിപ്പിക്കപ്പെട്ടു പോയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കറകളഞ്ഞ രീതിയിൽ പ്രഖ്യാപിക്കുന്ന ഒരു ജനവിഭാഗം ഈ ഭൂമിയിൽ മുകളിൽ ഇല്ലാതെയായി പോകും. അതുകൊണ്ട് അല്ലാഹുവേ നീ സഹായിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചപ്പോ പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല അക്ഷരം പ്രതി സ്വീകരിച്ചു എന്നതാണ്. പിറ്റേ ദിവസം ബദറിന്റെ ഭൂമിയിൽ ഈ പറയുന്ന അൻതും ബിൽ ഉദ്വത്തി ദുനിയ വഹും ബിൽ ഉദ്വത്തിൽ ഖുസ്വ എന്ന് അല്ലാഹു വിശദീകരിച്ച ആ തലേന്ന് രാത്രിയുടെ രംഗം കഴിഞ്ഞ് ബദറിന്റെ ഭൂമിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിലുള്ള സ്വഹാബികളും അബൂജഹലിന്റെ കീഴിലുള്ള മക്കാ മുശ്രിക്കുകളും തമ്മിൽ നേർക്ക് നേരെ നിന്നൊരു സന്ദർഭമുണ്ട്. അവിടെ വെച്ച് അബൂജഹൽ നടത്തിയൊരു പ്രാർത്ഥനയുണ്ട്. അതും കൂടി വലിയ ഗുണപാഠമാണ്. എന്താ അബൂജഹൽ നടത്തിയ പ്രാർത്ഥന? സൂറത്തു അംഫാലിൽ നമുക്ക് കാണാൻ കഴിയും. സൂറത്തു അംഫാലിന്റെ 32-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. അബൂജഹൽ പറയാണ്, വഇദ് ഖാലുല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ് മിൻ ഇൻദിക് ഫഅംതിർ അലൈനാ ഹിജാറതൻ മിനസ് സമാഇ അബിക്തിനാ ബിഅദാബിൻ അലീം. എന്താ അയാൾ പറഞ്ഞെന്നറിയോ? അല്ലാഹുവേ, ഇതാ അല്ലാഹുവേ, അല്ലാഹനെയാണ് വിളിച്ചത്. അല്ലാഹുവേ, ലാത്ത യുസ്സ എന്നല്ല, അല്ലാഹുവേ, ഇതാ ഞങ്ങളുടെ മുന്നിൽ ഈ യുദ്ധം ചെയ്യാൻ നിൽക്കുന്ന മുഹമ്മദും കൂട്ടരും സല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹും വറദുഅൻ. ഇവർ പറയുന്നത് സത്യമാണെങ്കിൽ, ഈ വിഭാഗം ആളുകൾ പറയുന്നത് സത്യമാണെങ്കിൽ,
ഫഅംതിർ അലൈനാ ഹിജാറതൻ മിനസ്സമാ, ആകാശത്ത് ഞങ്ങൾക്ക് നേരെ ചരൽ മഴ വർഷിപ്പിക്കണം. അവിഅ്തിനാ ബിഅദാബിൻ അലീം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേദനാജനകമായ ശിക്ഷ തരണം. ഇതാരാ പ്രാർത്ഥിക്കുന്നത്? പ്രവാചകൻ യുദ്ധം ചെയ്യാൻ പോകുന്ന മുശ്രിക്കുകളുടെ പടത്തലവൻ അബൂജഹലാണ് പ്രാർത്ഥിക്കുന്നത്. ആരോടാ പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ബദർ എന്ന് പറയുന്നത് അള്ളാഹുവിൽ വിശ്വാസമുള്ളവരും അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവരും തമ്മിൽ നടന്ന യുദ്ധമല്ല. ബദർ എന്ന് പറയുന്നത് അള്ളാഹുവിൽ വിശ്വാസമുള്ളവരും ഇല്ലാത്തവരും തമ്മിൽ നടന്ന യുദ്ധമല്ല. പിന്നെ ആര് തമ്മിൽ നടന്ന യുദ്ധമാണ്? അള്ളാഹിനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നവരും അള്ളാഹിന്റെ കൂടെ മറ്റു ചിലരെ കൂടി വിളിക്കാമെന്ന് പറയുന്നവരും തമ്മിൽ നടന്ന യുദ്ധമാണ്. ഇത്ര കൃത്യം. ഇത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം. അന്ന് അള്ളാഹിന്റെ കൂടെ ലാത്തയെ വിളിക്കാം എന്ന് പറഞ്ഞവരും ഇന്ന് അള്ളാഹിന്റെ കൂടെ മൊയ്തീ ശേഖനെ വിളിക്കാം എന്ന് പറഞ്ഞവരും തമ്മിൽ എന്ത് അന്തരം? അന്ന് അള്ളാഹിന്റെ കൂടെ ഉസ്സയെ വിളിക്കാമെന്ന് പറഞ്ഞവരും ഇന്ന് അള്ളാഹിന്റെ കൂടെ മമ്പുറത്ത് തങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞവരും തമ്മിൽ എന്ത് അന്തരം, പ്രിയപ്പെട്ടവരെ? ഇതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതല്ലേ നമ്മൾ ആലോചിക്കേണ്ടത്. ഇന്ന് അള്ളാഹിന്റെ കൂടെ ബദരീങ്ങളെ വിളിക്കാമെന്ന് പറയുന്നവരും അന്ന് അള്ളാഹിന്റെ കൂടെ മറ്റു ഇലാഹുകളെ വിളിക്കാമെന്ന് പറയുന്നവരും തമ്മിൽ എന്ത് വിശ്വാസപരമായ അന്തരമാണുള്ളത്? ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ. അബൂജഹലിന്റെ പ്രാർത്ഥന അന്ന് വെറുതെ തമാശക്ക് പറഞ്ഞതല്ല. അബൂജഹലിന്റെ പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് തമാശക്കല്ല, അതിന് വലിയ ഗുണപാടുണ്ട്. അള്ളാഹു ഇതിലൂടെ പറഞ്ഞത് എന്താ അറിയോ? ആ കൂട്ടരും എന്നിൽ വിശ്വസിച്ചിരുന്നു, പക്ഷേ വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ, മുശ്രിക്കുകളായിക്കൊണ്ടാണ് അവരെന്നിൽ വിശ്വസിച്ചത്. ഖുർആൻ എമ്പാടും പരതിയാലും നമുക്ക് കാണാൻ കഴിയും ആ കൂട്ടരുടെ വിശ്വാസത്തെ കുറിച്ച്. അവരോട് പറയാണ്, ആകാശത്ത് നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചിരുന്നതാരാ? അല്ലാഹ്. ജീവൻ നൽകുന്നതാരാ? അല്ലാഹ്. മരണം നൽകുന്നതാരാ? അല്ലാഹ്. ആകാശത്തെ പടച്ചതാരാ? അല്ലാഹ്. എല്ലാം അല്ലാഹ്. പിന്നെന്തിനാണോ നിങ്ങൾ അള്ളാഹു അല്ലാത്ത മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ബദറിന്റെ നമുക്ക് പറയാനുള്ള ആറാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും വലുതും ഏറ്റവും പരിപാവനവുമായ സന്ദേശം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുമ്പോൾ അവിടുന്ന് പീഡിപ്പിക്കപ്പെട്ടത് അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തൊരു ജനതയിൽ നിന്നായിരുന്നില്ല ആ പീഡനം വെച്ചിരുന്നത്. അള്ളാഹിനെ മാത്രോ, മുഹമ്മദ് അള്ളാഹുവിനെ മാത്രോ, അത് ഞങ്ങൾക്ക് പരിചയമില്ലല്ലോ. അള്ളാഹിന്റെ കൂടെ ഇന്നിന്നവരെ കൊണ്ടെങ്കിൽ മാത്രമേ പ്രാർത്ഥനയും ആരാധനയും പൂർത്തിയാവുകയുള്ളൂ എന്ന് പറഞ്ഞ വിവാദവുമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്തത്. അതിനാണ് ബദർ ഉണ്ടായത്. ആ ബദറിന്റെ അടിസ്ഥാനപരമായ സന്ദേശത്തിന്റെ കടക്ക് കത്തിവെച്ചിട്ട് അതേ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദുരന്താവസ്ഥ കേരളത്തിലെമ്പാടും ഇനി വരുന്ന രാത്രികളിലും പകലുകളിലും നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഏഴാമത്തതും അവസാനത്തതുമായ ബദറിൽ നിന്നുള്ള പാഠം എന്ന് പറയുന്നത് ആ മലക്കുകളുടെ ഇറക്കമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കാൻ അള്ളാഹു പറയുന്നുണ്ട് ആ ഇറക്കത്തെക്കുറിച്ച്. വമാ ജഅലഹു അല്ലാഹു ഇല്ലാ ബുശ്റാ ലക്കും വലിതത്മഇന്ന ഖുലൂബുക്കും ബി. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, മുസ്ലിങ്ങളെ സഹായിക്കാൻ കുറച്ച് മലക്കുകൾ ഇറക്കേണ്ട ഒരാവശ്യമില്ല. ഈ പ്രപഞ്ചം മുഴുവൻ അള്ളാഹുവിന്റെ സൈന്യം കൊണ്ട് നിബിഡമാണ്. അള്ളാഹുവിന്റെ സൈന്യം എവിടെയൊക്കെയാണുള്ളത്? മഹാനായ ആസിബ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തിനെ അള്ളാഹു സംരക്ഷിച്ചത് കടന്നലിനെ കൊണ്ടാണ്. സഹാബത്തിനെയും പ്രവാചകനെയും പട്ടിണിക്കിടാൻ വേണ്ടിയിട്ട് ഷുഐബ് അബൂ താലിബിൽ ബഹിഷ്കരിച്ചപ്പോ ആ എഴുതി വെച്ച കരാറ് തിന്നു തീർക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഉപയോഗിച്ചത് ചിതലുകളെയാണ്. സ്വാലിഹ് നബിയുടെ സമുദായത്തെ സമൂദ് ഗോത്രത്തെ നശിപ്പിക്കാൻ അള്ളാഹു ഉപയോഗിച്ചത് ശബ്ദത്തെയാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തെ നശിപ്പിക്കാൻ അള്ളാഹു ഉപയോഗിച്ചത് വെള്ളത്തെയാണ്. ആദ്യ സമുദായത്തെ നശിപ്പിക്കാൻ അള്ളാഹു ഉപയോഗിച്ചത് കാറ്റിനെയാണ്. എല്ലാം അള്ളാഹുവിന്റെ പടയാളികളാണ്, സൈന്യമാണ്. അള്ളാഹ്ക്ക് മലക്കുകളുടെ ആവശ്യമില്ല. അള്ളാഹു പറയാൻ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അവരെ ഇറക്കിയത്. നിങ്ങളുടെ ഹൃദയം സമാധാനം അടയുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ അവരെ ഇറക്കിയത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ. പ്രിയപ്പെട്ടവരെ, നാം അള്ളാഹുവിനെ ആശ്രയിച്ചാൽ, അള്ളാഹുവിലേക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്തിയാൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി അമാനുഷികതകൾ കാണിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ 7 ഗുണപാഠങ്ങളും എൻ്റെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഓർത്തു വെക്കുക. ഈ ഗുണപാഠങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈന വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. രസകരമായ ഒരു കാര്യം പറയട്ടെ. ഇനിയിപ്പോൾ റമദാൻ 17 രാവ് വരാൻ പോവാണ്. അന്ന് ബദറിൻ്റെ ഭൂമിയിലുണ്ടായിരുന്ന റമദാൻ 17 രാവും
നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്ന റമദാൻ 17 രാവും വളരെ വളരെ ചുരുങ്ങിയ 1-2 കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ചു തരാം. അന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചുറ്റിലും കിടന്നുറങ്ങിയ സഹാബികളുടെ വയറ് ഒട്ടിയിട്ടായിരുന്നു, വിശന്നിട്ടായിരുന്നു. അവർ വിശന്ന് തടന്നിട്ടായിരുന്നു ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ബദറിൻ്റെ പേരിൽ കൊണ്ടാടുന്ന ബദർ രാവ്, അന്ന് അത് കൊണ്ടാടിയിട്ട് പുറത്തേക്ക് പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന മനുഷ്യന്മാരുടെ വയറ് ബിരിയാണിയും നെയ്ച്ചോറും ഇറച്ചിയും കോഴിയിൽ നിന്ന് വീർത്ത് ഏമ്പക്കം വിട്ടിട്ടാണ് പുറത്തു വരിക. ഇതാണ് ബദർ ആഘോഷം. നേരെ ഓപ്പോസിറ്റ്. അന്ന് ബദരീങ്ങൾ പട്ടിണി കിടന്ന് പ്രയാസപ്പെട്ടുണ്ടാക്കിയെടുത്ത അള്ളാഹുവിൻ്റെ നേടിയെടുത്തൊരു സഹായം ഇന്നത് ആഘോഷിക്കാൻ നിൽക്കുന്ന ആളുകൾ വയറ് നിറഞ്ഞ് ദഹനക്കേട് പിടിച്ച് ഏമ്പക്കം ഇട്ടിട്ടാണ് ആഘോഷിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, ഈ ആഘോഷത്തിനോ ഈ കാട്ടിക്കൂട്ടലിനോ ഒന്നും ബദറായിട്ടും ബന്ധമില്ല, ബദരീകളായിട്ടും ബന്ധമില്ല, പ്രവാചകൻ്റെ ജീവിതമായിട്ടും ബന്ധമില്ല. അതുകൊണ്ട് അതിൽ പോയി പെടാതിരിക്കുക. അതൊരു ചോറല്ലേ, ഭക്ഷണമല്ലേ? അല്ല പ്രിയപ്പെട്ടവർ, അതൊരു ആദർശമാണ്. അതിൽ നമുക്ക് വിട്ടു നിൽക്കാൻ, നമുക്ക് നമ്മുടെ ആ മഹല്ല് ബന്ധം, മഹല്ലിൻ്റെ സ്ഥാനം, പിന്നെ എൻ്റെ പേര്, പെരുമ, ഇതൊക്കെ നമുക്ക് തടസ്സമാകുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ബദർ പറയുന്നതിൽ എന്തർത്ഥാണുള്ളത്? നമ്മൾ ബദർ യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നതിൽ എന്തർത്ഥാണ് എൻ്റെ പ്രിയപ്പെട്ടവരുള്ളത്? അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കുക, ബദരീങ്ങളെ ഓർക്കേണ്ടത് ബദരീങ്ങളുടെ ആദർശം പിൻപറ്റിയിട്ടാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പിൻപറ്റിയിട്ടാണ്. ആ സമർപ്പണ ബോധത്തിലൂടെയാണ് റസൂലുള്ളാഹിയുടെ അവർ പറഞ്ഞല്ലോ, യാ റസൂലല്ലാഹ്, ഏത് കൊടുങ്കാട്ടിലേക്കും മരുഭൂമിയിലേക്കും ഞങ്ങൾ വരുന്നു പറഞ്ഞല്ലോ, ആ ഒരു നിലപാടാണ് ഉണ്ടാവേണ്ടത്. ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും എൻ്റെ പ്രവാചകന്റെ കാൽപ്പാടുകളെ, എൻ്റെ പ്രവാചകന്റെ വഴിത്താരയെ, എൻ്റെ പ്രവാചകന്റെ മാതൃകയെ ഞാൻ ബലി കഴിക്കുന്ന പ്രശ്നമില്ല എന്ന ഉറച്ച തീരുമാനമാണ് യഥാർത്ഥത്തിൽ ബദർ കൊണ്ടാടുക. എന്നാൽ യഥാർത്ഥത്തിൽ ബദറിന്റെ ആഘോഷം എന്ന് പറഞ്ഞാൽ അങ്ങനെ തീരുമാനിക്കുക, എന്നിട്ട് ബദരീങ്ങളുടെ അനുയായികളാണ് നമുക്ക് പ്രിയപ്പെട്ടവരെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.